ഹലോ ഫ്രണ്ട്സ്, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ ജീരക മൈലാഞ്ചി ഉണ്ടാക്കുമെന്ന് നോക്കാം. നമ്മളൊന്ന് ശ്രദ്ധിച്ചുണ്ടാക്കുകയാണെങ്കിൽ നല്ല കളറും ലോങ് ലാസ്റ്റിങ്ങുമായ മൈലാഞ്ചി ഉണ്ടാക്കാൻ പറ്റും. അതിനായി ഒരു ചെറിയ ബൗളിൽ 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര വേണം. അടുത്തതായി 2 ടേബിൾ സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ടുള്ളതാണ് നല്ല ജീരകം. ഞാൻ ഇവിടെ നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മളതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ടെടുക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ മൈലാഞ്ചി ഉണ്ടാക്കുന്ന ഒരു പാത്രം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇട്ടെടുക്കുക, നടുഭാഗം ഒഴിച്ചിടണം. അതിലാണ് നമ്മൾ ഗ്ലാസ് വെക്കുക. അപ്പോൾ ആ ഭാഗം ഒഴിച്ചിട്ടിട്ട് വേണം മിക്സ് ചെയ്തിട്ട് ഇടാൻ. നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി തീരുമാനിക്കുക. ഇനി ഇത് മൂടി വെക്കണം. മൂടി വെക്കാൻ വേണ്ടി അടി കുഴിഞ്ഞിട്ടുള്ളൊരു പാത്രം എടുക്കണം. എന്നാലേ വെള്ളം മൈലാഞ്ചി വെള്ളം നേരെ ഗ്ലാസ്സിലേക്ക് ഇറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത വെള്ളം ഇതിന് മുകളിൽ വെക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഒരു 25 മിനിറ്റൊക്കെ എടുക്കും ഇത് കൂടുതൽ ക്വാണ്ടിറ്റിയിലുണ്ടെങ്കിൽ ആയി വരാൻ. ഇപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കോരി മാറ്റി വീണ്ടും തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 25 മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ കുറച്ചൊക്കെ വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്കാക്കി. നല്ല ഡാർക്ക് കളർ വെള്ളമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ മൈദപ്പൊടി ഇട്ടിട്ട് തിക്ക് പേസ്റ്റ് ആക്കണം. നല്ല കളറൊക്കെ ഉള്ള വെള്ളമാണ്, ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൈദപ്പൊടി ഇടേണ്ട അത്ര അളവിലുള്ളത് വേറൊരു ബൗളിലേക്ക് ആക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്ക് തിക്ക് പേസ്റ്റ് ആക്കണം. തിക്കിലായാലേ നമ്മുടെ കാലിൽ നിന്ന് ഒലിച്ചിറങ്ങാതൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ നല്ല തിക്കിൽ തന്നെ മൈദപ്പൊടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നഖത്തേയും ഇട്ട് നല്ല കളർ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.